ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ് വർക്ക് എനർജി പവറിൻ്റെ നമുക്ക് ബാക്കി ക്വസ്റ്റ്യൻസ് ചെയ്യാം. ആകെ 2 ക്വസ്റ്റിനെ ബാക്കിയില്ല. ഈ ഒരു ബോബിൻ്റെ ക്വസ്റ്റിനെ നമുക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ എന്താണ് മറ്റേ മോഡൽ എക്സാമിന് നമ്മൾ ക്രിസ്മസ് എക്സാമിന് ക്വസ്റ്റ്യൻ മാറുന്നത് അടിപൊളി സഖ്യ എന്ന് പറയുന്ന ചോദ്യം. എ ബോബ് ഓഫ് എ പെൻഡുലം, ഓക്കെ, സിമ്പിൾ പെൻഡുലം ഇസ് റിലീസ്ഡ് ഫ്രം എ ഹൊറിസോണ്ടൽ പൊസിഷൻ എ ആസ് ഷോൺ ഇൻ ദ ഫിഗർ. ഈ പറഞ്ഞ ഇഫ് ദ ലെങ്ത് ഓഫ് ദ പെൻഡുലം എത്ര തന്നിട്ടുണ്ട്? ലെങ്ത് ഓഫ് പെൻഡുലം 1.5 മീറ്റർ തന്നിട്ടുണ്ട്. വാട്ട് ഈസ് ദ സ്പീഡ് അറ്റ് വിച്ച് ബോബ് അറൈവ്സ് അറ്റ് ദ ലോവർ മോസ്റ്റ് പോയിന്റ് ബി given that it is dissipated. അത് ഡിസിപ്പേറ്റഡ് എന്ന് പറയുമ്പോൾ ലോസ്റ്റ് 5% ഓഫ് ഇറ്റ്സ് ഇനീഷ്യൽ കൈനറ്റിക് എനർജി അഗൈൻസ്റ്റ് എയർ റെസിസ്റ്റൻസ്. അതായത് ഈ എയിൽ ഇല്ല ഈ സിമ്പിൾ പെൻഡുലം എന്താണ് ഇങ്ങനെ നമ്മൾ ഓസിലേറ്റ് ചെയ്ത് ഇവിടെ ബി എന്ന് പറയുന്ന പൊസിഷനിലെത്തി. അപ്പോൾ ഇവിടുന്ന് മുതൽ ഇവിടുത്തെ വരെയുള്ള ഹൈറ്റ് 1.5 മീറ്ററാണ്. ഇവിടുന്ന് ഇവിടുത്തെ വരെയുള്ള ഹൈറ്റും ഡിസ്റ്റൻസ് 1.5 മീറ്ററാണ്. അപ്പോൾ ഇതിൻ്റെ ഈ എയർ, അതായത് ഇങ്ങനെ പോകുന്ന സമയത്ത് ഇവിടെ എന്തെങ്കിലും സ്വാഭാവികമായിട്ട് എയർ ഉണ്ടല്ലോ. അപ്പോൾ എയർ കുറച്ച് റെസിസ്റ്റൻസ് കൊടുക്കില്ല. അപ്പോൾ ഇതിൻ്റെ കുറച്ച് എനർജി നഷ്ടപ്പെട്ടു. ഇതിൻ്റെ ഒരു 5% എനർജി നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ ഇയാൾക്ക് ഇനി എത്ര എനർജിയെ ബാക്കിയുള്ളൂ? 5% പോയി കഴിഞ്ഞാൽ 95% എനർജിയെ ബാക്കിയുള്ളൂ. എന്ത് കണ്ടുപിടിക്കണം നമ്മൾ? സ്പീഡ് വേണം. സ്പീഡ്, ഓക്കെ, ഇവിടെ എത്തുന്നവരെല്ലാം സ്പീഡ് വേണം. പൊട്ടൻഷ്യൽ എനർജി ഓഫ് ബോബ് അറ്റ് പൊസിഷൻ. അപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ അതിന് പൊട്ടൻഷ്യൽ എനർജി, കാരണം ഒരു ഹൈറ്റിലാണ് നിൽക്കുന്നത്. അപ്പോൾ എന്തുണ്ട്? പൊട്ടൻഷ്യൽ എനർജിയുടെ ഒരു കോൺഫിഗറേഷൻ അല്ലെ പൊസിഷൻ അത്രയുണ്ട്, mgh. As Bob moves from position A towards position B, his potential energy is converted to kinetic energy. അതായത് പൊട്ടൻഷ്യൽ എനർജി ഇങ്ങോട്ടേക്ക് പോകുന്നവർ സ്പീഡ് കൂടി ലാസ്റ്റ് എന്ത് ചെയ്യും? ഈ പൊട്ടൻഷ്യൽ എനർജി കൈനറ്റിക് എനർജിയായിട്ട് കൺവേർട്ട് ആയിക്കോളും. 5% ഓഫ് ഇറ്റ്സ് പൊട്ടൻഷ്യൽ എനർജി ഈസ് ഡിസിപ്പേറ്റഡ് അഗെയിൻസ്റ്റ് എയർ റെസിസ്റ്റൻസ്. അപ്പോൾ ഇതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി ഒരു 5% ഞാൻ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ കൈനറ്റിക് എനർജി അല്ല, പൊട്ടൻഷ്യൽ എനർജിയോട് ഒരു 5% കുറഞ്ഞ്. അപ്പോൾ എത്രയേ ബാക്കിയുള്ളൂ? 95% ബാക്കിയുള്ളൂ. അപ്പോൾ കൈനറ്റിക് എനർജി അറ്റ് പൊസിഷൻ ബി എന്ന് പറയുമ്പോൾ അപ്പോൾ എന്താ ആക്ച്വലി ഈ കൈനറ്റിക് എനർജിയാണ്, അതായത് പൊട്ടൻഷ്യൽ എനർജിനെ കൈനറ്റിക് എനർജിയിൽ കൺവേർട്ട് ചെയ്യുന്നത്. പക്ഷേ എത്രയല്ലോ കൈനറ്റിക് എനർജി 100% ഇല്ല, 95% ഇല്ല. കാരണം 5% എയർ റെസിസ്റ്റൻസ് കാരണം ലോസ്റ്റ് ആയിപ്പോയി. അപ്പോൾ 95% ഓഫ് ഇറ്റ്സ് പൊട്ടൻഷ്യൽ എനർജി. രണ്ട് ഇക്വേറ്റ് ചെയ്തതിൻ്റെ ഈ പറഞ്ഞ v² കണ്ടുപിടിച്ചാൽ മതിയുള്ളൂ, അല്ല v കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ കൈനറ്റിക് എനർജിൻ്റെ ഇക്വേഷൻ ½ mv² ഈക്വൽ ടു 95% എന്ന് പറയുമ്പോൾ 95/100 പൊട്ടൻഷ്യൽ എനർജിൻ്റെ ഇക്വേഷൻ mgh. ഈ എമ്മും ക്യാൻസലും. ഈ 2 അപ്പുറത്തേക്ക് പറഞ്ഞേക്ക് ഇതിന് ഒരു 5 ടൈംസ് പോയി കഴിഞ്ഞാൽ ഇതിപ്പോൾ 20, ഇത് 19, അപ്പോൾ 19/20 വരും. അപ്പോൾ ഇത് 2 അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ 2 × 95. അപ്പോൾ ഇവർ ചെയ്തിട്ടില്ല. 2 × 95 ഇൻറ്റു ഇവിടെ gh ഉണ്ട് /100. അപ്പോൾ ഇതെന്തായാലും ചെയ്യുന്ന സമയത്ത് എന്താണ് 19/100 എന്ന് വരും. പിന്നെന്താ ഈ പറഞ്ഞ 2 എടുപ്പോയുള്ളൂ. 2 അടിച്ചു പോയാ. ഓക്കെ ഓക്കെ എന്നിട്ട് അതെന്ന് ചെയ്തെന്ന് വെച്ചാൽ 2 × 19/20 അല്ല. അപ്പോൾ ഈ 2ഉം 10 കൂടി ക്യാൻസൽ. അപ്പോൾ നമ്മൾ v ആണ് കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ സ്ക്വയർ റൂട്ട് എടുത്തിട്ട് അപ്പോൾ 2 ഇതെന്ന് വന്ന് ഇപ്പോൾ 19/10 വന്ന് ഇൻറ്റു g എന്ന് പറയുന്നത് 9.8 എന്താണ് ഹൈറ്റ് എന്ന് പറയുന്നത് 1.5. അപ്പോൾ എന്ത് കിട്ടും? അപ്രോക്സിമേറ്റ്ലി 5.3 മീറ്റർ പെർ സെക്കൻഡ്. ഇത്ര എളുപ്പത്തിൽ ക്വസ്റ്റ്യൻ ചെയ്യാം. പക്ഷേ ഇതിൽ ചെയ്യാൻ എന്താണ് കുറച്ച് ലോജിക്ക് നിങ്ങൾ ആലോചിക്കണം. ഇതാണ് ഈ ക്വസ്റ്റ്യൻ ലെവലപ്പ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇനി ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ചെയ്യുന്നതോടുകൂടി എന്താണ് ക്വസ്റ്റ്യൻ അല്ല ഈ ഒരു നമ്മളെ സെഷൻ തീരും, അല്ല ഈ ഒരു ചാപ്റ്റർ തീരും. എൻ അഡൽട്ട് വെയിങ് 600 ന്യൂട്ടൺ. അപ്പോൾ അതായത് 600 ന്യൂട്ടണ് വെയിറ്റ് ആണെങ്കിൽ അപ്പോൾ അയാളെ മാസ് തരുന്നത് 60 കിലോഗ്രാം ആയിരിക്കും. കാരണം ഇതിനെ ഗ്രാവിറ്റീനെ കൊണ്ട് 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 600 ന്യൂട്ടൺ കിട്ടുന്നത്. അപ്പോൾ 60 ആണ് ഇവിടെ കിലോഗ്രാം, മാസ്. റേസസ് ദ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് ഹിസ് ബോഡി. അപ്പോൾ അയാൾ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി അയാൾ റേസ് ചെയ്തു. അപ്പോൾ എത്ര മീറ്റർ? 0.25 മീറ്റർ. വൈൽ ടേക്കിംഗ് ഈ സ്റ്റെപ്പ് 1 മീറ്റർ ലെങ്ത് ഇൻ ജോഗിങ്. 1 മീറ്ററിൻ്റെ ലെങ്ത്തിൽ ഓരോ സ്റ്റെപ്പ് എടുക്കും തോറും അയാൾ എന്താണ്, അതായത് ജോഗിങ് മോഡ്. അപ്പോൾ എന്ത് ചെയ്ത് 1 മീറ്റർ സ്റ്റെപ്പ് എടുക്കും തോറും എന്താണ് ഈ പറഞ്ഞ അയാളെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി 0.25 മീറ്റർ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഇഫ് ഈ ജോഗ് 6 കിലോമീറ്റർ കാൽക്കുലേറ്റ് ദ എനർജി യൂട്ടിലൈസ് ബൈ. അപ്പോൾ ഇയാൾ ഒരു 6 കിലോമീറ്റർ ജോഗ് ചെയ്ത്. അപ്പോൾ എന്ത് കണ്ടുപിടിക്കണം? എനർജി യൂട്ടിലൈസ് ബൈങ്. അപ്പോൾ ഈ എനർജി കണ്ടുപിടിക്കണം, എത്രത്തോളം എനർജി യൂസ് ആയിട്ടുണ്ട് എന്നുള്ളത്. അസ്യൂമിങ് ദാറ്റ് ദർ ഇസ് നോ എനർജി ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ ഓഫ്. അപ്പോൾ എന്താണ് സ്മൂത്ത് സർഫേസ് ആണ്, അവിടെ ഫ്രിക്ഷൻ ഒന്നും ആക്ട് ചെയ്യുന്നില്ല, പിന്നെ എയർ റെസിസ്റ്റൻസും ഇല്ല. അസ്യൂമിങ് ദാറ്റ് ദ ബോഡി ഓഫ് അഡൽട്ട് ഈസ് കേപ്പബിൾ ഓഫ് കൺവേർട്ടിംഗ് 10% ഓഫ് എനർജി ഇൻടേക്ക് ഇൻ ദ ഫോം ഓഫ് ഫുഡ്. അപ്പോൾ ഇയാൾ കഴിക്കുന്ന ഫുഡ് എന്താണ് 10% അതിൻ്റെ എനർജിയിൽ കൺവേർട്ട് ചെയ്യുന്നുണ്ട് വിചാരിക്കുവാണെങ്കിൽ കാൽക്കുലേറ്റ് എനർജി ഇക്വലൻ്റ് ഓഫ് ഫുഡ് ദാറ്റ് വുഡ് ബി റിക്വയർഡ് ടു കമ്പൻസേറ്റ് എനർജി യൂട്ടിലൈസ്. അപ്പോൾ ഇയാൾ എന്താണ് ഈ എനർജി ആവശ്യമായിട്ടുണ്ടല്ലോ അത് എത്ര ഫുഡ് കഴിക്കണം അതും കൂടി നമ്മൾ നോക്കാം. വെയിറ്റ് ഓഫ് ദ അഡൽട്ട് mg 600 ന്യൂട്ടൺ. ഹൈറ്റ് റേസ്ഡ് പെർ സ്റ്റെപ്പ് h = 0.25 മീറ്റർ. ഡിസ്റ്റൻസ് ട്രാവൽ പെർ സ്റ്റെപ്പ് 1 മീറ്റർ. ഓരോ സ്റ്റെപ്പും ട്രാവൽ മുന്നോട്ട് വെക്കുന്നവർ 1 മീറ്ററാണ് കവർ ചെയ്യുന്നത്. അപ്പോൾ 6 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കണം, ഇതിൻ്റെ ബുക്കിൻ്റെ ഇതോട് പോയി 6 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ അപ്പോൾ എത്രയ്ക്ക് 6000 മീറ്റർ ഉണ്ടാവും. അപ്പോൾ അയാൾ 6000 സ്റ്റെപ്സ് വെക്കേണ്ടി വരും അങ്ങനെ 6 കിലോമീറ്റർ ട്രാവൽ ചെയ്യണമെങ്കിൽ. അപ്പോൾ ശ്രദ്ധിക്കുക. അപ്പോൾ എന്താണോ പേജ്? ഓക്കെ, ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽ 6 കിലോമീറ്റർ അല്ലെങ്കിൽ 6000 മീറ്റർ. അപ്പോൾ ടോട്ടൽ നമ്പർ സ്റ്റെപ്സ് എത്രയായിരിക്കും? ഞാൻ പറഞ്ഞ പോലെ ഓരോ സ്റ്റെപ്പും 1 മീറ്റർ ആണെങ്കിൽ അപ്പോൾ 6000 സ്റ്റെപ്സ് ആയിട്ട് ട്രാവൽ ചെയ്യണം. അപ്പോൾ എന്നാലും 6 കിലോമീറ്റർ കംപ്ലീറ്റ് ട്രാവൽ ചെയ്യും.
അപ്പോൾ ടോട്ടൽ എനർജി യൂട്ടിലൈസ് ഇൻ ജോഗിങ് എന്ന് പറയുന്നത് N. അപ്പോൾ നമ്പർ ഓഫ് സ്റ്റെപ്സ് ഇൻറ്റു MGH ആ പറഞ്ഞ പൊട്ടൻഷ്യൽ എനർജി. അപ്പോൾ N = 6000, മാസ് എന്ന് പറയുന്ന വെയിറ്റ് എന്ന് പറയുന്നത് 600 ഇൻറ്റു G എന്ന് പറയുന്നത് 0.25. ഓക്കെ ഇവിടെ ഇവർ ജീൻ്റെ വാല്യൂ ഇവിടെ മറന്നുണ്ട്. H ആണ് ആക്ച്വലി 0.25, അത് ആക്ച്വലി 9.8 ആയിട്ട് എടുക്കുക. ഇത് ചെയ്യുന്ന സമയത്ത് 9 × 10⁵ ജൂൾസിലായിരിക്കും ആൻസർ എടുക്കുക, കാരണം എനർജിയാണ്. സിൻസ് 10% ഓഫ് ഇൻടേക്ക് എനർജി ഈസ് യൂട്ടിലൈസ്ഡ് ഇൻ ജോഗിങ്, അപ്പോൾ എന്താ 10% ഇൻടേക്ക് എനർജി യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ എനർജി ഇൻടേക്ക് എന്ന് പറയുന്നത് ഇതിനെന്ത് ചെയ്യുക, 10 ഈ പറയുന്ന കിട്ടിയ ക്വാണ്ടിറ്റിനെ 10 കൊണ്ട് മൾട്ടിപ്ലൈ. അപ്പോൾ 10 × 9 × 10⁵. അപ്പോൾ ഈ 10 ഉം 10⁵ ചെയ്ത് കഴിഞ്ഞാൽ 9 × 10�6 ജൂൾസ്. ദിസ് വിൽ ബി ദ ഫൈനൽ ആൻസർ. ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യുക. അപ്പോൾ അതോടുകൂടിയിട്ട് ഒരു പാഠം നിർത്തിയിട്ട് പരമാവധി എല്ലാ ക്വസ്റ്റ്യൻസ് എന്താണ് എനിക്കിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പറ്റാത്ത ക്വസ്റ്റ്യൻ പോയി നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്, എന്താ ചെയ്യേണ്ടത് എന്നുള്ള സ്ക്രീൻഷോട്ട് എടുത്തിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇനി ചെയ്യാം. അപ്പോൾ അതോടുകൂടി ഒരു പാഠം തീർന്നിട്ടുണ്ട്.